സംസ്ഥാന ഗവൺമെന്റ് നിലയില്ലാ കയത്തിലാണ് കടപ്രതിസന്ധി മൂലം. എങ്ങനെ കൈപിടിച്ച് കയറ്റാം? ആര് കൈപിടിച്ച് കയറ്റും? കൈപിടിച്ച് കയറ്റേണ്ടത് ഒരു ഫെഡറൽ സമ്പ്രദായത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ആണ്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ഈ നിലയില്ലാ കയത്തിലേക്ക് തള്ളിവിടുന്നു എന്നാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് 2016 മുതൽ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? ഈ 2016 മുതൽ 2016 ഭരണത്തിൽ വന്നപ്പോൾ മുതൽ ഈ അടുത്ത ദിവസം വരെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് വലിയ കടക്കണിയിലേക്കും ധനപ്രതിസന്ധിയിലേക്കും ഊളിയിട്ടിറങ്ങിയ ഈ സംസ്ഥാനത്തെ രക്ഷപ്പെടുത്തിയത് 2016 ഭരണത്തിൽ വന്ന LDF ഗവൺമെന്റ് ആണെന്ന് ഓർത്തു നോക്കണേ. 2016 ഇലക്ഷന് തൊട്ട് മുൻപായിട്ട് LDF ഒരു വൈറ്റ് പേപ്പർ, ഒരു ധവള റിപ്പോർട്ട് പുറപ്പെടുവിക്കുകയുണ്ടായി. അതിനകത്ത് എന്താണ് പറഞ്ഞിരുന്നത്? 2016 വരെ ഭരിച്ച 5 വർഷം ഭരിച്ച UDF ഗവൺമെന്റിന്റെ കാലത്തെ പോലെ മുൻപോട്ട് പോവുകയാണെങ്കിൽ 2020-21 ഒക്കെ ആകുമ്പോഴേക്ക് നമ്മുടെ KSRTCയുടെ ഒക്കെ ശമ്പളം മുടങ്ങും. അതുപോലെ സംസ്ഥാനം വലിയ കടപ്രതിസന്ധിയിലാകും. ക്ഷേമ പെൻഷനുകളെല്ലാം നിന്നു പോകും. ഇതൊക്കെയായിരുന്നു ഗവൺമെന്റ് അന്ന് ആ വൈറ്റ് പേപ്പർ വഴിയായിട്ട് പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് ഭരണത്തിലേറി കഴിഞ്ഞ് ആദ്യ ഭരണഘട്ടം അവസാനിക്കാറായപ്പോഴേക്കും തന്നെ എന്ത് സംഭവിച്ചു? അതായത് UDF ആണ് ഭരണത്തിൽ വരുന്നത് എങ്കിൽ ഇത്തരം പ്രതിസന്ധികൾ പ്രതീക്ഷിക്കാം. LDF ആണ് വരുന്നത് എങ്കിൽ ഈ പ്രതിസന്ധികളിൽ നിന്നൊക്കെ സംസ്ഥാനത്തെ കൈപിടിച്ചുയർത്തുമെന്നും ഉയർന്ന വളർച്ചയുടെ ത്വരിതഗതിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുമെന്നുമാണ്, ത്വരിത വളർച്ചയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുമെന്നുമാണ് അന്ന് ആദ്യവട്ടം ധനമന്ത്രിയായ ഡോക്ടർ ഐസക് ആ വൈറ്റ് പേപ്പറിൽ പറഞ്ഞിരുന്നത്. പക്ഷെ ഭരണത്തിൽ വന്ന് അദ്ദേഹമായിരുന്നു ധനമന്ത്രിയും ആ തവണ. ഭരണത്തിൽ വന്ന് 2020-21 ഒക്കെ ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? KSRTC ശമ്പളം നിന്നു. അതായത് UDFന്റെ കാലത്ത് ഒരിക്കലും KSRTC ശമ്പളം നഷ്ടപ്പെടുത്തി കൊടുക്കാൻ പറ്റാതെ വന്നിട്ടില്ല. ഞെരുങ്ങിയിട്ടുണ്ട് ഇപ്പൊ ചില സമയത്തൊക്കെ. ഇത് ശമ്പളമേ നിന്നു. കോടതി വരെ ഇടപെടേണ്ടി വന്നു. മാത്രവുമല്ല സമസ്ത മേഖലകളിലും, അതായത് കടം അങ്ങേ അറ്റത്ത് വരെ എത്തി. അത് മാത്രവുമല്ല, അതായത് എന്താ പറയുക, ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ്, അതായത് സഞ്ചിത കടം എന്ന് വെച്ചാൽ സംസ്ഥാനം ഫോം ചെയ്യപ്പെട്ട കാലം മുതൽ കൂട്ടിച്ചേർക്കപ്പെട്ട കടം, ആ കടം അത് തന്നെ വലിയ തോതിൽ 38% വരെയൊക്കെ, അതായത് GSDPയുടെ 29% മുകളിൽ പോകാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ചിരിക്കുന്ന കടം, സഞ്ചിത കടം 38-40% വരെയൊക്കെ ഉയരുന്ന ഒരു ഗതികേടാണ് നമ്മൾ കാണാൻ ഇടവന്നത്. അങ്ങനെ മുൻപോട്ട് പോയി വീണ്ടും ഭരണം പിടിച്ചു. വീണ്ടും ഭരണം പിടിച്ചതിന്റെ പുറകിൽ ഉണ്ടായിരുന്ന എന്തായിരുന്നു? ശരിക്ക് പറഞ്ഞാൽ കോവിഡ് കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ, അതായത് ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 അനുസരിച്ച് നൽകിയ ഭക്ഷ്യവിഭവങ്ങളും എണ്ണയും, ഭക്ഷ്യവിഭവങ്ങൾ എന്ന് പറഞ്ഞാല് ആ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പറയുന്നത് 5 തരം പയറുവർഗ്ഗങ്ങൾ, അരി, ഗോതമ്പ്, ആട്ട, ഇത്രയും സാധനങ്ങൾ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട്, അതായത് ഒരു വലിയ പ്രതിസന്ധി വന്നാൽ താഴെ തട്ടിലുള്ള 68% ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ധാരാളമായിട്ട് ഈ പറയപ്പെട്ട ഐറ്റംസ് എല്ലാം കേന്ദ്രത്തിൽ നിന്ന് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വഴിയായിട്ട് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ആവശ്യമനുസരിച്ച് എത്തുന്നു. അവ കിറ്റാക്കിയും കമ്മ്യൂണിറ്റി കിച്ചൺ ആക്കിയും ഒക്കെ കൊടുത്ത് ജനങ്ങളോട് പറഞ്ഞു, ഇത് കേന്ദ്രത്തിൽ നിന്നൊന്നും വരുന്നതല്ല, ഇത് സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതാണ് എന്ന ഇംപ്രഷൻ സൃഷ്ടിച്ചുകൊണ്ടാണ് അവർ രണ്ടാം ഭരണം കൈക്കലാക്കുന്നത്. രണ്ടാം ഭരണം കൈക്കലാക്കുമ്പോൾ തന്നെ ധനപ്രതിസന്ധി അതീവ രൂക്ഷമായിരുന്നു. പിന്നെ ഇങ്ങോട്ടുള്ള ഓരോ വർഷവും ധനപ്രതിസന്ധി കൊണ്ട് കൈകാലിട്ടടിക്കുന്ന ഒരു സർക്കാരിനെയാണ് നമുക്ക് കാണാൻ ഇടവന്നത്. അങ്ങനെ വന്ന് ഈ 2025 ഡിസംബർ വരെ, 2025 മെയ് മാസത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു കണക്ക് ഇവർക്ക് ചൂണ്ടിക്കാണിക്കുന്നു. ആ കണക്കിൽ പറഞ്ഞത്
ഈ വർഷം, അതായത് ഈ ഡിസംബർ വരെ, ഇപ്പൊ നമ്മൾ ഡിസംബർ അവസാനിക്കുകയാണ്, ഡിസംബർ 29 ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ എടുക്കാവുന്ന കടം, അതായത് കഴിഞ്ഞ മെയ് മാസം മുതൽ ഡിസംബർ 31 വരെയുള്ള പീരീഡിൽ എടുക്കാവുന്ന കടം 29,529 കോടിയാണ്. അതിനു മുകളിൽ കടമെടുക്കാൻ പാടില്ല. അതായത് നിങ്ങൾ കിഫ്ബി വഴി കടമെടുത്താലും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴി കടമെടുത്താലും ബജറ്റിനകത്ത് നിർദ്ദേശിച്ചിരിക്കുന്ന കടമെടുത്താലും ഏത് കടമൊക്കെ എടുത്താലും വേണ്ടില്ല, എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് 29,529 കോടിക്ക് പുറത്തു പോകാൻ പാടില്ല എന്ന് ഒരു നിബന്ധന വെച്ചു. ആ 29,529 കോടിയുടെ 2,000 കോടിയായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. അതായത് ഈ ഡിസംബർ 12 ആ 2,000 കോടി കൂടി കടമെടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ റിസർവ് ബാങ്കിന്റെ കൗണ്ടർ വഴി കടപ്പത്രങ്ങൾ വഴി ആ 2,000 കോടിയും കടമെടുക്കുന്നു. അപ്പൊ ഇനി കടമെടുക്കാൻ ഒന്നുമേ ഇല്ല. അത്തരം ഒരു സാഹചര്യത്തില് ഇപ്പോൾ ഡിസംബർ കഴിയുന്നു, ഇനി ജനുവരി വരണം. ജനുവരി വന്നു കഴിഞ്ഞിട്ട് കേന്ദ്രം അനുവദിക്കുന്നതിനനുസരിച്ച് മാത്രമേ കടമെടുക്കാൻ പറ്റൂ. അപ്പോൾ ഇപ്പോൾ ഖജനാവിന്റെ ഒരു നിജസ്ഥിതി ബഹുമാനപ്പെട്ട ധനമന്ത്രി ഈ അടുത്ത ദിവസം പുറത്തുവിടുകയുണ്ടായി. ആ പുറത്തുവിട്ട കണക്കനുസരിച്ചാണെങ്കിൽ ചെലവ് വരുമാനത്തെക്കാൾ 39,023 കോടി അധികമാണ്. അതായത് ഈ കാലഘട്ടത്തിലെ ചെലവ്, ഈ ധനവർഷത്തിലെ 2025 24-25 ധനവർഷം, ആ ധനവർഷത്തിലെ ചെലവ് എന്ന് പറയുന്നത് വരവിനേക്കാൾ 29,023 കോടി അധികമാണ് കഴിഞ്ഞ വർഷവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. അതായത് 10,000 കോടി ചെലവ് കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വരുമാനത്തിലുണ്ടായ വർധനവ് 1.87% മാത്രം, ചെലവിലുണ്ടായ വർധനവ് 10.64% എന്ന് പറയുന്നു. അപ്പോ എങ്ങനെയൊക്കെയാണ് കൃത്യതയോടെ നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് ഈ 10,000 കോടിയുടെ അധിക ചെലവ് വന്നു എന്ന് പറയുന്നത്? അത് വളരെ ക്ലിയർ അല്ലേ? ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ ഡിക്ലയർ ചെയ്യുന്നതിന്റെ തൊട്ട് 2 ദിവസം മുൻപാണ് ഗവൺമെന്റ് വലിയ പ്രഖ്യാപനങ്ങളുമായിട്ട് മുൻപോട്ട് വന്നത്. ഏത് തരം പ്രഖ്യാപനങ്ങളായിരുന്നു? അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1,600 രൂപയായിരുന്നത് 2,000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു. അതിന്റെ കുടിശ്ശിക, അപ്പോ 4-5 ഗഡു കുടിശ്ശികയുണ്ടായിരുന്നു. ആ കുടിശ്ശികയും വർദ്ധിപ്പിച്ച തുകയും എല്ലാം കൂടി ഉടനെ തന്നെ കൊടുക്കുന്നതാകുന്നു എന്ന് തീരുമാനിക്കുന്നു. പിന്നെ അതുകൂടാതെ, അത് മാത്രമല്ല, ഒരുപാട് കുട്ടികൾക്ക്, അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ഒരു കൃത്യതുക അവർ രജിസ്റ്റർ ചെയ്യുന്നതിനനുസരിച്ച് കൊടുക്കുന്നതാകുന്നു. അത് ഒരു വെൽഫെയർ ആക്ടിവിറ്റിയാണ്, പഠനത്തിന് വേണ്ടിയാണല്ലോ. അതുപോലെ തന്നെ 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള വനിതകൾക്ക് മറ്റ് പെൻഷനൊന്നും അവർ വാങ്ങിക്കുന്നില്ലെങ്കിൽ അവർക്ക് 1,000 രൂപ വീതം എക്സ്ഗ്രേഷ്യ. അതുപോലെ തന്നെ പിന്നെ ബജറ്റിൽ പറഞ്ഞിരുന്നു കുടുംബശ്രീകൾക്ക്, ബജറ്റിൽ പറഞ്ഞത് കൂടാതെ തന്നെ കുടുംബശ്രീകൾക്ക് അങ്ങനെ 1,000 രൂപ എക്സ്ഗ്രേഷ്യ ഓരോ കുടുംബശ്രീക്കും. അങ്ങനെ നോക്കുമ്പോൾ കുടുംബശ്രീകൾ തന്നെ ലക്ഷക്കണക്കിനാണ് ഉള്ളത്. അപ്പൊ ഈ തരത്തിലെല്ലാം കൂടി കണക്ക് കൂട്ടി ഗവൺമെന്റ് തന്നെ അന്ന് പറഞ്ഞു 10,000 കോടിയുടെ ക്ഷേമ പദ്ധതികളാണ് പുതുതായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന്. ആ 10,000 കോടി എവിടെ നിന്ന് കണ്ടെത്തി? ആ 10,000 കോടി കൃത്യമായിട്ടും കടമെടുത്ത്, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൗണ്ടർ വഴിയായി കടപ്പത്രങ്ങൾ വിറ്റ് പണം സമാഹരിച്ചാണ് ആ 10,000 കോടിയും. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, മെയ് മാസത്തിൽ പറഞ്ഞിരുന്നത് 29,529 കോടിയാണ് ഡിസംബർ വരെയുള്ള കാലയളവിൽ കടമെടുക്കാവുന്നത് എന്ന്. ആ 29,529 കോടിയിൽ നിന്നാണ് 10,000 കോടി ഈ ആവശ്യത്തിന് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വായ്പ എടുത്തത്. അങ്ങനെ വായ്പ എടുത്തു. ആ ക്ഷേമ പ്രവർത്തനത്തിന്റെ ഒക്കെ ഈ ഡിക്ലയർ ചെയ്ത ക്ഷേമ പദ്ധതികളുടെ ഒക്കെ പുതിയ പദ്ധതികളുടെ ആദ്യ ഗഡു കൊടുത്തു. പഴയ പദ്ധതികൾ മുടങ്ങിക്കിടന്നതിന്റെ കുടിശ്ശികയും ഒക്കെ കൊടുത്തു. അങ്ങനെ 10,000 കോടിയുടെ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, അവ നടപ്പാക്കുന്നു. ഇലക്ഷൻ കഴിയുന്നു. ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും
ഈ 10,10,10,000 കോടിയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതിനും അനൗൺസ് ചെയ്തതിനും ഒക്കെ ഒരു മടങ്ങിപ്പോക്കിലേക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിൽ വേണ്ടിയിരുന്നില്ല എന്ന ഒരു ചിന്ത ഭരണകൂടത്തിന്റെ മനസ്സിലുണ്ടാകത്തക്ക രീതിയിലാണ് ജനങ്ങൾ പ്രതികരിച്ചത്. അതുകൊണ്ടാണല്ലോ LDF ഗവൺമെന്റ് ഭരിക്കുന്ന ഗവൺമെന്റ് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായില്ല. അമ്പേ പരാജയപ്പെട്ടു എന്ന് പറയാനില്ല, എങ്കിൽ പോലും പ്രതീക്ഷിച്ച പ്രയോജനം കിട്ടിയില്ല. അതുകൊണ്ട് നമ്മുടെ എക്സ് മിസ്റ്റർ മണി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇഷ്ടം പോലെ പണം വാങ്ങി ഇഷ്ടം പോലെ അതെല്ലാം തിന്നു കുടിച്ചിട്ട് പിറപ്പുകേടാണ് കാണിച്ചത് ജനം എന്ന്. പിറപ്പുകേട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് തന്തയില്ലായ്മ എന്ന് പറയുന്നതിന് പകരമായിരിക്കാം ഈ പിറപ്പുകേടെന്ന് പറയുന്ന കുറച്ചും കൂടി സൗന്ദര്യമുള്ള ഒരു പദം. എന്തായാലും അങ്ങനെ പറഞ്ഞ ഈ കേരള ജനതയെ എന്താ പറയാ അവഹേളിച്ചത് അങ്ങേയറ്റം കുറ്റകരമാണ്. ശരിക്കു പറഞ്ഞാൽ അയാൾക്കെതിരെ കേസ് എടുക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് അവരുടെ ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണം കൊണ്ടല്ല ഈ ക്ഷേമ പദ്ധതികൾ കൊടുത്തത്, കടം വാങ്ങിയാണ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൗണ്ടർ വഴി കടപ്പത്രങ്ങൾ വിറ്റഴിച്ച് പണം സംഭരിച്ചാണ് ഈ ക്ഷേമ പദ്ധതികളൊക്കെ ഡിക്ലയർ ചെയ്ത പദ്ധതികൾക്കൊക്കെ അനുസരിച്ച് പ്രവർത്തനം നടത്തിയത്. പക്ഷെ ആ പദ്ധതി അങ്ങനെ പണം സംഭരിച്ചു എന്ന് വിചാരിച്ച് അതൊക്കെ ഇവിടുത്തെ നികുതിദായകർ നികുതി കൊടുക്കുന്ന പണം കൊണ്ട് വേണം ആ പണവും അതിന്റെ പലിശയും കൊടുത്തു തീർക്കാൻ. അപ്പോൾ നികുതിദായകർ അതിനകത്ത് ഈ ക്ഷേമ പെൻഷനുകൾ കിട്ടിയവരുണ്ടാകാം, കിട്ടാത്തവരുണ്ടാകാം. ഏതാണെങ്കിലും കിട്ടിയവരാണെങ്കിലും കിട്ടാത്തവരാണെങ്കിലും അവരെ ആരും, അതൊക്കെ അവരുടെ അവകാശമാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യേണ്ടി വന്നത് ക്ഷേമ പെൻഷനുകൾ? അത് ഓർക്കണം നമ്മള്. ഈ കഴിഞ്ഞ 10 വർഷവും ഇവിടെ തൊഴിൽ സൃഷ്ടിക്കുന്നതിനോ ജനക്ഷേമം ഉറപ്പുവരുത്തുന്നതിനോ സഹായകമായ നടപടികൾ ഒന്നും തന്നെ നടപ്പാക്കിയില്ല. അങ്ങനെ നടപ്പാക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ്, ആ പരാജയത്തിന്റെ മുഖംമൂടിയായിട്ടാണ് ഈ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചത്. ഇനിയും ഭരണത്തിൽ വരണം, ഭരണത്തിൽ വന്ന് ഞങ്ങളുടെയൊക്കെ പോക്കറ്റുകളും സ്ഥാനമാനങ്ങളും കുടുംബവും ഒക്കെ മെച്ചപ്പെട്ടാൽ മതി, കേരള ജനത എന്തും സംഭവിച്ചു പോകട്ടെ എന്ന മട്ടിലാണ് ഈ ഭരണം നടത്തുന്ന ഭരണകൂടം കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അത് എത്രയെത്ര അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ റോഡ് അപകടങ്ങളെ പറ്റി ഇന്ന് തന്നെ പത്രത്തിലുണ്ടായിരുന്ന വാർത്തകൾ നമുക്കറിയാം. എത്ര ആയിരം ജീവനുകളാണ് റോഡുകളുടെ ശോച്യാവസ്ഥ മൂലം റോഡുകളിൽ അടിഞ്ഞു പോകുന്നത്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനം, എല്ലാ വിധത്തിലും നാശോന്മുഖമായി മാത്രം ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം. പക്ഷെ ഗവൺമെന്റിന്റെ റീൽസ് എന്താ പറയുന്നത്? ഉത്തരോത്തരം വളർന്നുകൊണ്ടിരിക്കുന്ന നവകേരള സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ആ നവകേരള സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്താണ് ഈ 10,000 കോടിയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി അവരുടെ വോട്ട് ചോദിക്കേണ്ടി വന്നത്. എന്നിട്ടും 10,000 കോടി വാങ്ങി വെച്ചിട്ടും അവരുടെ വോട്ട് അവർ മറിച്ചു കൊടുത്തു. അതിലാണ് മണിക്ക് കരശലായ കാലുഷ്യം തോന്നിയതും ഇങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിച്ച് ഈ വോട്ടേഴ്സിനെ അവഹേളിച്ചതും. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നോക്കാം എന്താണ് ഇവിടെ ആക്ച്വലി സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി തന്നെ പറയുകയുണ്ടായി, വരുമാനത്തിലുണ്ടായ വർധനവ് 1.87% മാത്രമാണെന്ന്. പക്ഷെ വരുമാനത്തിലുണ്ടായ വർധനവ് 1.87% മാത്രമാണ് എന്ന് പറഞ്ഞാല് നമുക്ക് അത്ര കണ്ട് അതങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അതായത് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം വന്നത് എന്ന് വെച്ചാല്, സ്വർണത്തിന്റെ GST, ഉദാഹരണം GSTയിലുണ്ടായ മാറ്റിമറച്ചിലുകൾ കൊണ്ട് വരുമാന വർധനവിനെ അത് ബാധിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ഭാഷ്യം. സ്വർണത്തിന്റെ GSTയിലെ GSTയുടെ റീസ്ട്രക്ചറിങ്, അതായത് നമുക്കറിയാം സെപ്റ്റംബർ 22-ാം തീയതിയാണ് അത് നടപ്പിൽ വരുന്നത്. ഓഗസ്റ്റ് 17-ന് ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നാണ് അത് ഡിക്ലെയർ ചെയ്യുന്നത് പ്രധാനമന്ത്രി. അതിനുശേഷം സെപ്റ്റംബർ 22-ന് ആണ് അത് നടപ്പിലാകുന്നത്. അങ്ങനെ നടപ്പിലായ സമയത്ത് ഏതൊക്കെ GST നിരക്കുകളെയാണ് അത് ബാധിച്ചത്? അതായത് 28% ഉണ്ടായിരുന്ന, അതായത് വലിയ
ലക്ഷറി, ഏറ്റവും വലിയ ലക്ഷറി ഐറ്റംസിൽ മാത്രം ഉൾപ്പെടുന്ന 28% GST ഉണ്ടായിരുന്നതിന്റെ 99% ഐറ്റംസും താഴേക്ക്, അതായത് 18%, അതും അല്ലെങ്കിൽ 5% താഴ്ത്തുന്നു. പിന്നെ ബാക്കിയുള്ളത് നമുക്കറിയാം എന്തൊക്കെയായിരുന്നു. ഈ പറഞ്ഞ കണക്ക് മദ്യം, പിന്നെ ലോട്ടറി, അങ്ങനെ ഏതാനും ഐറ്റംസിനെ മാത്രം 40% ഉയർത്തി ബാക്കി എല്ലാം 99% ഐറ്റംസും താഴേക്ക് കൊണ്ടുവരിക ചെയ്യും. താഴേക്ക് എന്ന് വെച്ചാൽ ഒന്നുകിൽ 18% അല്ലെങ്കിൽ അതിനും താഴെ 5%. കാരണം 12% എന്ന ആ കണക്കേ എടുത്തു കളഞ്ഞു, ആ റേറ്റേ എടുത്തു കളഞ്ഞു. അപ്പൊ അങ്ങനെ 28-ൽ നിന്ന് 18-ലേക്കോ 5-ലേക്കോ വരുന്നു. അവിടെ വരുമാന നഷ്ടം ഉണ്ടാകാം സംസ്ഥാനങ്ങൾക്ക്, ഉപഭോക്താക്കൾക്ക് ലാഭവും. ഇനി രണ്ടാമത്തെ എന്തായിരുന്നു റീസ്ട്രക്ചറിങ്ങിന്റെ ഭാഗം? 18%-ലുണ്ടായിരുന്ന മുഴുവൻ ഐറ്റംസിനെയും, അതായത് 90% ഐറ്റംസും 5%-ലേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഇല്ലാതെയാക്കി. ചിലതിനൊക്കെ നികുതി വേണ്ടെന്ന് വെച്ചു. ഉദാഹരണം, ഇമ്പോർട്ട് ചെയ്യുന്ന മെഡിസിൻസ്, വളരെ പ്രധാനപ്പെട്ട മെഡിസിൻസ്, അങ്ങനെ ചിലതിന്റെയൊക്കെ GST വേണ്ടെന്ന് വെച്ചു. പിന്നെ ഉണ്ടായിരുന്നതിനെയൊക്കെ 5%-ൽ ഒതുക്കി. അപ്പൊ അവിടെയും റവന്യൂ നഷ്ടം ഉണ്ടാകാം. പക്ഷെ നമ്മൾ നോക്കേണ്ടത് സ്വർണത്തിന്റെ ഒറ്റ കാര്യം നോക്കിയാൽ മതി. അതായത് സ്വർണത്തിന്റെ കാര്യം നോക്കുമ്പോ എങ്ങനെയാണ്? സ്വർണത്തിന്റെ GST 3% മാത്രമാണ്. സ്വർണ്ണ വജ്ര ആഭരണങ്ങളിന്മേൽ ചാർത്തുന്ന GST വെറും 3%. ഈ 3% GSTയെ തൊട്ടിട്ടേയില്ല. അത് കൂട്ടിയതുമില്ല, കുറച്ചതുമില്ല. ഓർക്കണം, നിത്യോപയോഗ സാധനങ്ങൾക്ക് 5% GST ഈടാക്കുന്ന രാജ്യത്താണ് സ്വർണ്ണ വജ്ര ആഭരണങ്ങൾക്ക് 3% മാത്രം GST ഈടാക്കുന്നത്. അതിനെ തൊട്ടിട്ടില്ല. അപ്പൊ ഈ 3% GSTയെ തൊട്ടിട്ടില്ല എന്ന് വെച്ചാൽ നമുക്കൊരു ബമ്പർ ലോട്ടറി അടിക്കണം. എവിടെയാണ് ആ ബമ്പർ ലോട്ടറി അടിക്കേണ്ടത്? അതായത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന്റെ 20% വിറ്റഴിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് വേൾഡ് ഗോൾഡ് കൗൺസിൽ തന്നെ എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ എന്ന് അത് മാത്രമാണോ? 2025 ഒരു പക്ഷേ നമ്മള് ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം ഏറ്റവും കൂടുതൽ സ്വർണം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത ഒരു വർഷമാണ് 2025. ഒക്ടോബറിന്റെ കേസ് മാത്രം എടുത്തോളൂ. ഒക്ടോബറിൽ മാത്രം 200% വർധനവാണ് സ്വർണ്ണ ഇറക്കുമതിയിൽ ഉണ്ടായത് എന്ന് കണക്കുകൾ പറയുന്നു. അപ്പൊ ഈ വരുന്ന സ്വർണത്തിന്റെ ഒക്കെ 20% കേരളത്തിൽ വിൽക്കപ്പെടുന്നു. ഈ 200% പിന്നെ വർധനവ് ഉണ്ടായപ്പോ അതേ 200% വർധനവോ അതിൽ കൂടുതലോ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. ഈ സ്വർണമെല്ലാം വിറ്റിട്ട് ആ GST വരുമാനം എവിടെ പോയിരിക്കുന്നു? നിങ്ങളൊന്ന് കമ്മോഡിറ്റി വൈസ് ടാക്സേഷൻ എടുത്ത് നോക്കണം. 1000 കോടിയിൽ താഴെയാണ് സ്വർണത്തിൽ നിന്നുള്ള GST. അതാരെ അധികം കാണിക്കുന്നില്ല കേട്ടോ. അപ്പൊ എങ്കിൽ പോലും അതാണ് അവസ്ഥ. അതായത് കുറഞ്ഞ പക്ഷം 30,000 കോടി വരുമാനം GST 3% നികുതി ഈടാക്കിയാൽ കിട്ടേണ്ട സ്ഥാനത്താണ് 1000 കോടിയിൽ താഴെ. അപ്പൊ നമ്മുടെ ഗവൺമെന്റിന്റെ എഫിഷ്യൻസി ഒന്ന് നോക്കണം. ഇനി ഗവൺമെന്റിന്റെ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസനീയമല്ലേ? വിശ്വസിക്കാവുന്ന തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ പ്രകടിപ്പിക്കാം. അതായത് ഒരു വർഷം മുൻപാണ് തോറെ ദെൽ ഓറെ, അതായത് ഒരു സ്വർണത്തിന്റെ പിന്നാലെയുള്ള പായൽ. ആരായിരുന്നു പാഞ്ഞത്? കമേഴ്ഷ്യൽ ഇന്റലിജൻസ്. എനിക്ക് തോന്നുന്നു ആ ഇന്റലിജൻസ് മേധാവിയുടെ പേര് ഏബ്രഹാം റെന്നോ മറ്റോ ആണ്. അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ ഭരണത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കമേഴ്ഷ്യൽ ഇന്റലിജൻസിന്റെ തലപ്പത്തുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഒരു രാത്രി 700-ലധികം സബോർഡിനേറ്റ്സിനെ കൂട്ടി നമ്മൾ പോകുന്നത് ഒരു പിക്നിക് പോകുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം 700-ലധികം, അദ്ദേഹത്തിന്റെ കൂടെയുള്ള 2-3 ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നു. ബാക്കിയുള്ളവരെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട്, എന്തിനാ ഇരുട്ടിൽ നിർത്തിയത്? അവരെ ഇരുട്ടിൽ നിർത്തിയത് ആരും വഴിയായിട്ട് സ്വർണ മാഫിയ അറിയരുത്, ഈ സ്വർണ മാഫിയക്കെതിരെയുള്ള ഒരു പോക്കാണ് ഈ പോകുന്നത് എന്ന്. അതിനു വേണ്ടിയാണ് സമർത്ഥനായ ആ ഉദ്യോഗസ്ഥൻ എല്ലാവരെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് പിക്നിക്കിന് പോകുന്നത് പോലെ തൃശ്ശൂരുള്ള ഒറ്റ ഗോൾഡ് മെർച്ചന്റിനെയാണ് അന്ന് നോക്കിയത്. 104 കിലോ സ്വർണം ഒരു റെക്കോർഡും ഇല്ലാതെ സൂക്ഷിച്ചിരുന്ന
പാത്തു വെച്ചിരുന്ന 104 കിലോ സ്വർണം, അതിനേക്കാൾ പിന്നെയും കാണുമായിരിക്കും, ഏതായാലും കണ്ടെത്തി. 104 കിലോ സ്വർണം ഉണ്ടെങ്കിൽ എത്രയായിരം കോടിയുടെ സ്വർണമാണ് അത്. ഈ വില 64,000 ഒക്കെ നിൽക്കുന്ന സമയത്താണ് ഇത് നടത്തിയത്. അപ്പൊ ആ സ്വർണം, അത്രയും സ്വർണം ഒറ്റ വ്യാപാരിയിൽ നിന്ന് കണ്ടെത്തി എന്ന് പറയുക. അതിനുശേഷം അദ്ദേഹത്തെ ഒരുപക്ഷെ സമ്മതിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് പിന്നീട് അതുപോലെയുള്ള കാര്യങ്ങൾ നടത്താത്തത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വിചാരിച്ചു കാര്യക്ഷമതയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇദ്ദേഹം ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഈ സ്വർണ്ണ മാഫിയയെ ഒരു പരിധി വരെയെങ്കിലും നിർത്തും, അതായത് അവരെ ഒന്ന് തളയ്ക്കും എന്ന് തന്നെ വിചാരിച്ചു. അവരെ തളയ്ക്കുന്നതിന് എനിക്ക് പ്രത്യേക സന്തോഷമൊന്നുമില്ല. ഖജനാവ് നിറയും. ഇവിടുത്തെ പാവപ്പെട്ടവർക്ക്, വീടില്ലാത്തവർക്ക് വീട്, നമ്മുടെ ആരോഗ്യരംഗം, വെന്റിലേറ്ററിൽ കിടക്കുന്ന ആരോഗ്യരംഗം മെച്ചപ്പെട്ടു വരും. അങ്ങനെ കാർഷിക മേഖല നോക്കൂ, പ്രൊക്യൂർമെന്റ് പൈസ കൊടുക്കാൻ പോലും സർക്കാരിന്റെ ഖജനാവിൽ പണം ഇല്ലാത്ത അവസ്ഥയിൽ കർഷകർ എന്താ ചെയ്തത്? ഈ കഴിഞ്ഞ കൃഷിയില് ആ ഒന്നാം വിളയില് ആ നെല്ല്, നല്ല ഒരു ഭാഗം, പകുതിയിലധികം നെല്ലും അവര് വെറും എന്താ പറയുക, ഈ മറ്റുള്ളവർക്ക്, അതായത് മറ്റു വ്യാപാരികൾക്ക് കൊടുക്കുകയാണ് ചെയ്തത്. പ്രൊക്യൂർമെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റിനെ നോക്കിയിരിക്കാതെ. കാരണം പ്രൊക്യൂർ ചെയ്യുമ്പോൾ ഗവൺമെന്റ് നേരിട്ട് പൈസ കൊടുക്കുന്നില്ല, ക്രെഡിറ്റ് കാർഡാണ് കൊടുക്കുന്നത്. അങ്ങനെ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് പിന്നെ സൂയിസൈഡ് ചെയ്ത കുട്ടനാടുകാരനെ നമുക്കറിയാം. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ, അതായത് കർഷകരെയൊക്കെ പൂർണ്ണമായിട്ടും തഴഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. അതുപോലെ വന്യമൃഗ മനുഷ്യ സംഘർഷം, എത്രയോ പേരാണ് ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊന്നും പരിഹാരം കാണാൻ ഒന്നിനും പണമില്ല സർക്കാരിന്റെ ഖജനാവില്. അതാണ് അവസ്ഥ. ആ അവസ്ഥയിലാണ് ഈ സ്വർണം. ഒരു രാത്രി കൊണ്ട് 104 കിലോ സ്വർണം കണ്ടെടുത്തു. ആ 104 കിലോ സ്വർണം വിറ്റാൽ തന്നെ ഈ ഇവിടെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനാകുമായിരുന്നു. എന്ത് ചെയ്തു എന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ അതുപോലെ ഇപ്പൊ ഈ 1,04,440 രൂപ ഒരു പവൻ സ്വർണത്തിന് വില നിൽക്കുന്ന സമയത്താണ് ഈ കേരളത്തിലേക്ക് ഇത്രയേറെ സ്വർണം ഇറങ്ങി വരുന്നത്. ഈ സ്വർണത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ എവിടെ നിന്ന് പണം ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ കേരളത്തിലേക്ക് ഇഷ്ടം പോലെ കള്ളപ്പണം ഇറങ്ങുന്നുണ്ട്. ആ മാഫിയയെ ഒക്കെ തളയ്ക്കാൻ ഈ ഗവൺമെന്റിന് കഴിയുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് ഇതുപോലെ നമ്മുടെ ഖജനാവ് ശോഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ തന്നെ നിങ്ങൾ കേട്ടില്ലേ, കണ്ണൂര് ഒരു SIയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്തിനാണ് SIയെ സസ്പെൻഡ് ചെയ്തത്? ഒരു ചെങ്കൽ ക്വാറി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാള് കൈക്കൂലിയായിട്ട് SIക്ക് കൊടുത്തത് ഒരു റെഫ്രിജറേറ്ററാണ്. അപ്പൊ വേറെ എത്രയോ പ്രാവശ്യം പണമൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഒരുപക്ഷെ അതിൽ ഒരു ഗഡുവായിട്ട് കൊടുത്തതായിരിക്കാം ഈ റെഫ്രിജറേറ്റർ. ഇതെന്താ കാണിക്കുന്നത്? കേരളത്തെ മുഴുവനും, അതായത് ക്വാറി മാഫിയ എന്ന് പറയുമ്പോൾ അതിനകത്ത് പോലീസുകാരുണ്ട്, സ്ഥലത്തെ പിന്നെ പാർട്ടിക്കാരുണ്ട്. ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും ആരും മോശക്കാരില്ല, പാർട്ടിക്കാരുണ്ട്. അങ്ങനെയുള്ള എല്ലാവരും കൂടി ചേർന്നാണ് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളുടെ എൻഡായിട്ട് അറബിക്കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഈ കൊച്ചു കേരളത്തെ വെട്ടി 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 അറബിക്കടലിലേക്ക് തള്ളിക്കളയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണേ. അവിടെയൊക്കെ അതായത് പാസ് കൊടുക്കണം. എങ്ങനത്തെ പാസ്സായി പിന്നെ ക്വാറികൾക്ക് കൊടുക്കേണ്ടത്? ഒരു ലോഡിന് ഒരു ലോഡ് കൊടുത്തു കഴിയുമ്പോൾ ആ പാസ് ലാപ്സ് ആകുന്നു. അടുത്ത ലോഡിന് അടുത്ത പാസ്. അങ്ങനെ ആകുമ്പോൾ എത്ര പാസിന് കൊടുക്കുന്നുവോ അത്ര പാസിനും അതിന് വെച്ചിരിക്കുന്ന റേറ്റ് അനുസരിച്ച് ഗവൺമെന്റ് ഖജനാവിലേക്ക് പണം വരും. കൊടുത്ത പാസുകൾക്ക് അനുസരിച്ച് മാത്രമേ കല്ല് ഇറക്കി കൊണ്ടുപോകുള്ളൂ. വെറുതെ വെട്ടിമുറിച്ച്, അതായത് കടലായിട്ട് മാറ്റുകയില്ല ഈ സംസ്ഥാനത്തെ. ഇത് ഒന്നും നടക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാ തരത്തിലും, ഏതൊക്കെ തരത്തില് കൈക്കൂലി ഒക്കെ നടത്താമോ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തില്. അത് മാത്രമല്ല, GST വരുമാനം കുറഞ്ഞു എന്നാണല്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ ആർഗ്യുമെന്റ്. അതായത് 25 ഈ കഴിഞ്ഞ അതായത് ഡിസംബർ 12 തന്നെ വന്ന മാധ്യമങ്ങളിൽ വന്ന വാർത്ത അനുസരിച്ച് 2025 ഡിസംബർ 2 ആ വാർത്ത വന്നത്. അതായത് തീർപ്പാക്കലിന് ശേഷമുള്ള GST, അതായത് GST കേന്ദ്രവും സംസ്ഥാനങ്ങളും കൂടി പങ്കിടുകയാണ് ചെയ്യുന്നത്.
ആ പങ്കിടലിന് ശേഷമുള്ള GST എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സ്വർണത്തിന്റെ GST എല്ലാം, സ്വർണമൊക്കെ GST ഒക്കെ വെട്ടിച്ചു പോവുകയാണ്. ആർക്കും കിട്ടുന്നില്ല, കേന്ദ്രത്തിനും കിട്ടുന്നില്ല, സംസ്ഥാനത്തും കിട്ടുന്നില്ല. ആർക്കെങ്കിലും ഒക്കെ പോക്കറ്റിൽ ഇട്ട് കിട്ടുന്നുണ്ടാകും. അതുകൊണ്ടാണല്ലോ അത് വെട്ടിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ എന്നിട്ട് പോലും ഇതായി 2025 ഡിസംബർ 2 കണക്കനുസരിച്ച്, അന്ന് ഗവൺമെന്റിൽ നിന്ന് വരുന്ന കണക്കനുസരിച്ച് തീർപ്പാക്കലിന് ശേഷമുള്ള GST, നവംബർ വരെയുള്ള GST വരുമാനം എത്രയാണ്? 2025 നവംബർ വരെയുള്ള GST വരുമാനം 2963 കോടിയാണ്. എന്ന് വെച്ചാൽ 2024 2746 കോടി, 2024 2746 കോടി ആയിരുന്നത് വളർന്ന് 2963 കോടിയായി. അതായത് 2 വർഷവും തമ്മിലുള്ള വ്യത്യാസം 8% വളർച്ച ഉണ്ടായിട്ടുണ്ട് GST വരുമാനത്തിൽ എന്നാണ് ഈ നവംബർ വരെ. അപ്പൊ ഒക്ടോബറിലെയൊക്കെ സ്വർണത്തിന്റെ കണക്കും കൂടി അനുസരിച്ച് GST കൂട്ടുകയാണെങ്കിൽ ഇതിനേക്കാളും വളരും. പിന്നെ എവിടെ പോയി ഈ വരുമാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാത്തത്. അപ്പൊ അങ്ങനെ അതായത് 83% വളർച്ചയാണ് സ്വർണത്തിന്റെ വിലയിൽ ഉണ്ടായത്. ഈ 64,000 നിന്ന് തുടങ്ങി 1,04,440 രൂപ ഇന്നലത്തെ വില അതുവരെ വന്നപ്പോഴേക്കും 83% വളർച്ചയാണ് ഇതിന്റെ വിലയിൽ, സ്വർണത്തിന്റെ വിലയിൽ ഉണ്ടായത്. അതിനനുസരിച്ച് GSTയുടെ വരുമാനത്തിലും ഉണ്ടാകണമായിരുന്നു. പക്ഷേ ഈ പറയപ്പെട്ട സ്വർണം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവരെ തൊട്ടിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമുക്ക് വേറെ ഉണ്ട്, ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഫോറസ്റ്റ് റിസോഴ്സസ്, ഗവൺമെന്റിന്റെ ഖജനാവിലേക്കാണ് ഫോറസ്റ്റ് വിഭവങ്ങളുടെ ഒക്കെ വിൽപ്പനയിൽ നിന്ന് കിട്ടുന്ന, ഓപ്ഷൻ നടത്തി തടി മുതലുള്ള എല്ലാ സാധനങ്ങളും ഓപ്ഷൻ നടത്തി കിട്ടുന്ന വരുമാനം ഗവൺമെന്റ് ഖജനാവിലേക്ക് വരുന്ന അതായത് നികുതിയേതര വരുമാനത്തിൽ പെടും. അപ്പം 2000-ല് 21%, അതായത് നികുതിയേതര വരുമാനത്തിന്റെ 21% ഫോറസ്റ്റ് റവന്യൂ ആയിരുന്നു. ഇപ്പൊ അത് വെറും 7%-ലേക്ക് മൂക്ക് കുത്തിയിരിക്കുന്നു. എവിടെ പോയി? നമ്മൾ കേട്ടിട്ടില്ലേ, മുട്ടിൽ മരമുറി, സുഗന്ധഗിരി മരമുറി, എന്തൊക്കെയാണ് ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ മരമുറി കേസുകൾ. അങ്ങനെ മരം മാത്രമല്ല മുറിച്ചു കടത്തുന്നത്, അതുപോലെ വനവിഭവങ്ങളെല്ലാം ഇതുപോലെ പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 20%-ൽ ഇരുന്ന ഫോറസ്റ്റ് റവന്യൂ വെറും 7%-ആയിട്ട് മാറിയത്. ഇതുപോലെ സമസ്ത മേഖലകളിലും വരുമാന നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെ നമ്മൾ കാര്യക്ഷമത എന്നാണോ പേരിട്ട് വിളിക്കേണ്ടത്, അതോ കാര്യക്ഷമത ഇല്ലായ്മ എന്നോ? നമ്മുടെ മുഖ്യൻ സത്യപ്രതിജ്ഞ ചെയ്ത് ഏറ്റെടുത്ത സമയത്ത്, ഈ പദവി ഏറ്റെടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞത് കാര്യക്ഷമതയ്ക്ക് മാർക്ക് കൊടുക്കുമെന്നാണ്. പക്ഷേ അദ്ദേഹം കാണിച്ചതൊന്നും കാര്യക്ഷമതയ്ക്ക് മാർക്ക് കൊടുക്കലല്ല, കാര്യക്ഷമ ഇല്ലായ്മയ്ക്ക് പ്രോത്സാഹനം കൊടുക്കുകയാണ് ചെയ്തത് എന്ന് പറയാതെ നിവർത്തിയില്ല. ഇനി അതുപോലെ നമ്മൾ CAG റിപ്പോർട്ട്സ് എടുത്ത് നോക്കണം. CAG റിപ്പോർട്ട്സ് എടുത്ത് നോക്കിയാൽ എങ്ങനെയാണ് ഇത്ര വലിയ ധനപ്രതിസന്ധിയിലേക്ക് ഈ ഗവൺമെന്റ് വന്നത് എന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. എന്താണ് അവിടെ CAG റിപ്പോർട്ടിൽ പറയുന്നത്? അതായത് വകമാറ്റി ചെലവഴിക്കൽ. ഏത് വകയിൽ കിട്ടുന്ന പണമാണെങ്കിലും സർക്കാരിന് വേറെ ചില കാര്യങ്ങളുണ്ട്, ആ വകകളിലേക്കാണ് ആ പണം ചെലവഴിക്കാറുള്ളത്. അതിനെയാണ് വകമാറ്റി ചെലവഴിക്കൽ എന്ന് പറയുന്നത്. അങ്ങനെ അതിന്റെയൊക്കെ കണക്ക് CAG റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ മതി. എല്ലാ കണക്കുകളും ഓരോ വകുപ്പിലെയും പണം വകമാറ്റി ചെലവഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ട് അവസാനം വന്നപ്പോഴത്തേന് എന്ത് സംഭവിച്ചു? പ്ലാൻ ഫണ്ട് ആയിട്ട്, അതായത് പദ്ധതികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാൻ ബജറ്റിൽ പറഞ്ഞിരുന്ന ഫണ്ടിന്റെ 50% വെട്ടിക്കുറച്ചു. അങ്ങനെയാണ് മെഡിക്കൽ കോളേജുകൾക്കൊന്നും ഫണ്ട് ഇല്ലാതെ വന്നതും വെന്റിലേറ്ററിൽ ആയതും. അങ്ങനെ അപ്പൊ അങ്ങനെ എല്ലായിടത്തും. പിന്നെ അതുപോലെ വേറൊരു കാര്യം CAG ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ബജറ്റ് ഡോക്യുമെന്റിൽ നിന്ന് കണ്ടെത്താവുന്നത് വളരെ ഈസി ആയിട്ട് ഞാൻ പറയാം. A41 എന്ന ബജറ്റ് ഇൻ ബ്രീഫ് എന്ന ഗവൺമെന്റ് ഡോക്യുമെന്റ് 25-26 ബജറ്റ് ഡോക്യുമെന്റ് A41 പേജ് എടുക്കുക. അതിൽ A39 എന്നൊരു ടേബിൾ ഉണ്ട്. A39, ആ A39 ടേബിൾ നോക്കിക്കോളൂ. നികുതി ചുമത്തി, പക്ഷെ പിരിച്ചെടുത്തില്ല, അതുകൊണ്ട് കുടിശ്ശികയായിട്ട് കിടക്കുന്നു. അതിനകത്ത് 21,000
എത്ര കോടിയാണ്? 22,814 കോടിയാണ് കുടിശ്ശിക പിരിച്ചെടുക്കാൻ കിടക്കുന്നത്. അതിനകത്ത് കുറച്ച് എമൗണ്ട് ഒക്കെ അതായത് എവിടെയാണ് ഈ എന്താണ് ട്രൈബ്യൂണലിൽ പോയി കേസിൽ പോയി ഒക്കെ അതായത് പിരിച്ചെടുക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഞാനിപ്പോ അയാളുടെ പേര് മറന്നുപോയി. മറ്റേ ഇടുക്കി ജില്ലയിലെ ഒരു ഭാഗത്തേക്ക് ഒരു തഹസിൽദാർ സം ജോസഫ് ഒരു തഹസിൽദാർ സ്ഥലം മാറി ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പാർട്ടി നേതാവിനോട് പിന്നെ മാർച്ച് 31-ാം തീയതിക്ക് മുമ്പായിട്ട് കുടിശ്ശികയുള്ള നികുതി അടയ്ക്കണം, ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ആക്ഷൻ എടുക്കും, എങ്കിൽ താൻ ഈ ഭൂമി കാണില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പത്രങ്ങളിൽ വന്ന കാര്യമൊക്കെ നിങ്ങൾ മറന്നു കാണത്തില്ല. അപ്പം എന്താണ് ചെയ്യേണ്ടത്? ഫോളോ അപ്പ് ചെയ്യണം. എന്ന് വെച്ചാൽ ആവശ്യപ്പെടണം, നികുതി അടയ്ക്കണം, ഇത്ര കുടിശ്ശികയുണ്ടെന്നൊക്കെ പറഞ്ഞു അവരെ കൊണ്ട് ചെയ്യിക്കണം. അങ്ങനെ ചെയ്യിക്കാൻ ചെല്ലുമ്പോൾ നിന്നെ ജീവൻ എടുക്കുവിടാ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാൽ എന്ത് ചെയ്യും? ഇതൊക്കെയാണ് ഈ ഭരണകാലത്ത് LDFന്റെ ഭരണകാലത്ത് കേരളത്തിൽ നടന്നത്. അതുകൊണ്ടാണ് കുടിശ്ശിക പെരുകുന്നത്. അങ്ങനെ കുടിശ്ശിക പെരുകയാണ്. ഞാൻ ഇപ്പോ പറഞ്ഞ 22,814 കോടിയാണ് കുടിശ്ശികയായിട്ട് 25-26 ബജറ്റിൽ കാണിച്ചിരിക്കുന്നത്. ഓർമ്മിക്കണം, നമ്മളിപ്പോ 2,000 കോടി ഒരു നിവൃത്തിയില്ലാതെ കടമെടുക്കാൻ പോയി. അങ്ങനെ 2,000 കോടി എടുക്കാൻ പോകുമ്പോഴാണ് 22,814 കോടി കുടിശ്ശിക പിരിച്ചെടുക്കാൻ കിടക്കുന്നു എന്ന് പറയുന്നത്. ഇതുപോലെയാണ് സമസ്ത മേഖലകളിലും അഴിമതിയും അക്രമവും സ്വജനപക്ഷപാതവും ഒക്കെയാണ്, കാര്യക്ഷമത ഇല്ലായ്മയും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒക്കെ ഫലമാണ് ഇത്ര തീക്ഷ്ണമായ ധനപ്രതിസന്ധി. ഇപ്പൊ ഇതിന്റെയൊക്കെ ഫലം അനുഭവിക്കാൻ വരുന്നത് 3-4 മാസവും കൂടി കഴിഞ്ഞ് ഇലക്ഷൻ വരും. ഇലക്ഷൻ വന്നു കഴിയുമ്പോൾ വേറൊരു ഗവൺമെന്റ്, UDF ഗവൺമെന്റ് ആകട്ടെ, ഏത് ഗവൺമെന്റെങ്കിലും ആകട്ടെ വരുന്നു എന്ന് വെച്ചോളൂ. ആ ഗവൺമെന്റ് നമ്മൾ പറയാറുണ്ടല്ലോ വരയ്ക്കേണ്ടി വരുമെന്ന്. ആ ഒരവസ്ഥയിലാണ് ആർക്കും പിടിച്ചു കയറ്റാൻ എന്നിട്ടോ അങ്ങനെ അവർ കഷ്ടപ്പെടുന്ന, അതായത് അവർക്ക് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തില് ഈ പാർട്ടി തന്നെ, ഈ പ്രതിസന്ധി എല്ലാം സൃഷ്ടിച്ച പാർട്ടി തന്നെ സമരകാഹളവുമായിട്ട് മുന്നോട്ട് വരുന്നത് നമുക്ക് കാണേണ്ടി വരും. അതാണ് കേരളത്തിന്റെ അവസ്ഥ. അതായത് ഒരു കാരണവശാലും ഒരു LDF ഗവൺമെന്റ് ഇങ്ങനെയല്ല ഭരണം കൊണ്ടുപോകേണ്ടത്. ഇങ്ങനെയല്ല കൊണ്ടുപോകേണ്ടത് എങ്കിൽ ഇങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് എന്നതിന്റെ തെളിവാണല്ലോ 35 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച് ബംഗാളിനെ ആഗോള തലത്തിലെ ഒരു മാതൃകയാക്കി മാറ്റേണ്ടിയിരുന്ന ബംഗാളിനെ നിത്യ പട്ടിണിയിലേക്കും വറുതിയിലേക്കും തള്ളിവിട്ട് ബംഗാളിലെ ആണുങ്ങളും പെണ്ണുങ്ങളും കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വന്ന് ജോലി ചെയ്താൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ, വീട്ടിൽ തീ പുകയൂ എന്ന ഒരവസ്ഥ സൃഷ്ടിച്ച LDF ഗവൺമെന്റ് ആണ് അവിടുത്തെ. അവർക്കിപ്പോഴും നിലം തൊടാൻ ഒത്തിട്ടില്ല. അതുപോലെ ഒരു നിലം തൊടാൻ ഒക്കാത്ത അവസ്ഥ കേരളത്തിലും സൃഷ്ടിച്ചിരിക്കുകയാണ് LDF ഗവൺമെന്റ്. അല്ലെങ്കിൽ ലോകത്ത് എവിടെയാണ് ഇപ്പോൾ യഥാർത്ഥ മാർക്സ് വിചിന്തനം ചെയ്ത കമ്മ്യൂണിസം ഉള്ളത്? സോവിയറ്റ് റഷ്യ പോയല്ലോ. റഷ്യയിലുള്ള പുതിൻ ലോകത്തെ ഏറ്റവും വലിയ ധനികനാണ് പുതിൻ. പിന്നെ ഷീ ജിൻപിങ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഷീ ജിൻപിങ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എത്രയോ ആയിരങ്ങളെ ടിയനൻമെൻ സ്ക്വയർ വെടിവയ്പ്പിലൊക്കെ കൊന്ന ഒരു മഹാരഥനാണ് അദ്ദേഹം. അപ്പൊ അതുപോലെ ലോകത്തെവിടെയും ഇല്ലാത്ത രീതിയിൽ കമ്മ്യൂണിസം മറഞ്ഞു പോകുന്നു എന്ന സങ്കടമാണ് എനിക്കുള്ളത്. കാരണം ഒരു ഏറ്റവും, അതായത് ലോകത്ത് തൊഴിലാളി വർഗത്തോട്, ഏത് തരം തൊഴിലാളികളാണെങ്കിലും അവർക്ക് അവകാശങ്ങളുണ്ട്, അവരും മനുഷ്യരാണ് എന്ന ചിന്ത ഉയർത്തിപ്പിടിച്ച, ആഗോള തലത്തിൽ ഉയർത്തിപ്പിടിച്ച എല്ലായിടത്തും സത്യത്തില് കമ്മ്യൂണിസത്തിന്റെ വരവോട് കൂടിയാണ് തൊഴിലാളികളുടെ അവസ്ഥ. ഭയം കൊണ്ട്, ക്യാപിറ്റലിസ്റ്റുകൾ ഭയം കൊണ്ടാണ് തൊഴിലാളികളുടെ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുത്തത്. അങ്ങനെ ഒരു നല്ല ഭൂലോക അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിച്ച ആ കമ്മ്യൂണിസം കെട്ടടങ്ങി പോകുന്നു എന്ന് അറിഞ്ഞാൽ ആർക്കും സങ്കടം തോന്നും. എനിക്കും ആ സങ്കടമുണ്ട്. കെട്ടടങ്ങാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ അതിന് ഈ പാർട്ടിക്ക് ഇപ്പോഴുള്ള നേതൃത്വവുമായി മുന്നോട്ട് പോയാൽ ഒരു രക്ഷയുമില്ല. ഏതായാലും ധനപ്രതിസന്ധിയിൽ നാം മുങ്ങി താഴുകയാണ്.